വസല്ലിം വബാരിക് അലൈഹി. സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മജ്‌ലിസിന്റെ സ്നേഹനിധികളായ ഉമ്മപ്പെങ്ങന്മാർ, സുഹൃത്തുക്കൾ, നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിന് ഈ മണ്ണിൽ തുടക്കം കുറിച്ച് 2016 മെയ് മാസം 14 ശനിയാഴ്ച വൈകുന്നേരമാണ് വലിയ ഒരു ജനാവലിയെ സാക്ഷിയാക്കി ഈ മജ്‌ലിസിന് ശിലാകർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അടുത്ത മാസം മെയ് 14 9 വർഷം പൂർത്തിയാവുകയാണ്. 10 വർഷത്തോടനുബന്ധിച്ച് ദശവാർഷിക പരിപാടി, 10 പരിപാടിൻ്റെ ആദ്യത്തെ ഒരു കൊൽത്ത് ബഹുമാനപ്പെട്ട വന്യരായ താജുശ്ശേരി മർഹൂം താജുശ്ശേരി ഉസ്താദിൻ്റെ ഒരു വാക്ക് ഞാൻ കേട്ടു. പള്ളിയിൽ വന്നിട്ട് അന്തസ്സായ പള്ളി നോക്കി പറഞ്ഞു, ഇവിടെ ട്യൂബ് ലൈറ്റ് വേണം, ഈ പള്ളിയിൽ വെളിച്ചം ട്യൂബ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞു. സാധാരണക്കാർക്കത് മനസ്സിലായില്ല. ബഹുമാനപ്പെട്ടവരുടെ ഭാഷയുടെ തർജീമ, മുതഅല്ലിമീങ്ങൾ ഈ പള്ളിയിൽ വേണം, അതാണ് വെളിച്ചം പള്ളിൻ്റെ. പഴയ കാലം മുതലേ പാരമ്പര്യമായി വന്ന ദർസ് അത് പള്ളിയിൽ നിലനിർത്തണം, അത് വലിയൊരു വെളിച്ചമാണെന്ന്. ആ ദശവാർഷികത്തോടനുബന്ധിച്ച് 10 പരിപാടിയുടെ ആദ്യത്തെ പരിപാടിയാണ് നാം ഇപ്പോൾ നടത്താൻ പോകുന്നത്. 13 ഞായറാഴ്ച അസർ നിസ്കാരാനന്തരം അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമാന്റെ പ്രധാന കവാടമായ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ശൈഖുന ഈ സുലൈമാൻ ഉസ്താദ് വന്ന് നമ്മുടെ മഹത്തായ ദർസിന് ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരൊന്നും അങ്ങനെ വരാറില്ല. കൂടുതലും കർണാടകയിൽ നമ്മുടെ ഈ മജ്‌ലിസിന്റെ പരിപാടിയിലേക്കാണ് 2-3 പ്രാവശ്യം വന്നത്. ഒരു റജബിൽ വന്ന് എല്ലാവർക്കും ഒരു ഇജാസത്തെല്ലാം കൊടുത്തു പോയതാണ്. അപ്പൊ ആ മഹത്തായ വലിയ ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന റഈസുൽ ഉലമയുടെ ദർസിൽ വന്നെത്തി ആ ബറക്കത്ത് എടുക്കാൻ എല്ലാവരും ഞായറാഴ്ച അസർ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരണമെന്ന് ഒന്നും ഉണർത്തുന്നു. അങ്ങനെ വലിയ ബറക്കത്തുള്ള ദശവാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം മുമ്പ് തന്നെ ഒരു വലിയ മത ഭൗതിക സമന്വയ ശിക്ഷണത്തിന്റെ ഒരു കൊൽത്ത്, ഒരു വെളിച്ചം ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച നടക്കും. അതോടനുബന്ധിച്ച് 9 പരിപാടികൾ പടിപടിയായി ബഹുമാനപ്പെട്ട സർഫുസാദാത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വഖഫ് വേദഗതി ബില്ല് നമ്മുടെ മുമ്പിലുണ്ട്. വേദനയോടുകൂടെയാണ് നാം നിൽക്കുന്നത്. അതിൻ്റെ പരിപാടികൾ വിവിധ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സഹകരിക്കലും പ്രചരിപ്പിക്കലും അതിന് പിന്തുണ പ്രഖ്യാപിക്കലും നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം നാം ഈ മജ്‌ലിസിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായ ദുആ ചെയ്യും. തങ്ങൾ ഉസ്താദ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാസർഗോഡ് ജില്ലയുടെ കുണ്ഠാർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഒരു കുഗ്രാമം എന്ന സ്ഥലമാണ് ആദൂര്. സപ്തഭാഷ സംഗമഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന സപ്തഭാഷ സംഗമഭൂമി 1 2 3 4 5 6 7 7 ഭാഷകൾ സംസാരിക്കുന്ന ഒരു അതിർത്തി സ്ഥലമാണ് കാസർഗോഡ്, കർണാടക. വർഷങ്ങൾക്ക് മുമ്പ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഉള്ള സമയമായിരുന്നു. പഴയ കാലഘട്ടങ്ങളൊക്കെ നാട്ടിന്റെ നാട് മൂപ്പന്മാർ, നാട്ടിന്റെ കേമന്മാർ, അഥവാ പഴയ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പട്ടേൽ എന്ന് പറയുന്ന നാടിന്റെ പ്രധാന വ്യക്തിത്വം പ്രശ്നം പരിഹരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന ഒരു സ്റ്റേഷനാണ്. സ്റ്റേഷൻ കഴിഞ്ഞാൽ സർക്കിളിന്റെ പരിധിയിലേക്ക് പോകും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പച്ച മരമട്ടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സൈക്കിൾ ഷോപ്പ് പോലും ഇല്ലാത്ത വളരെ കുഗ്രാമമായ പറവകളും പക്ഷികളുടെയും ശബ്ദങ്ങൾ വളരെ സുലളിതമായ സന്തോഷങ്ങൾ വീരുന്ന സമയത്താണ് വലിയ തറവാടുള്ള പാണ്ഡിത്യവും ഇബാദത്തിലും ഇൽമിലും ജയിച്ചു പോയ ആധ്യാത്മിക ചൈതന്യത്തിന് ശക്തി പകർന്ന
ബഹുമാനപ്പെട്ട സാദാത്ത് കുടുംബമാണ് അന്ന് ആദൂറിന്റെ മണ്ണിലുള്ളത്. ആദൂറും അതുപോലെയുള്ള പല സ്ഥലത്തും സാദാത്യങ്ങൾ തന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. കുമ്പോൾ ഒരു ഭാഗത്താണെങ്കിൽ ഉദ്യാവരം മറ്റൊരു ഭാഗത്ത്, അതുപോലെ തന്നെ കടലുണ്ടി, ഒരുപാട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാദാത്യങ്ങൾ, സയ്യിദന്മാർ, തങ്ങന്മാർ ആധ്യാത്മിക ചൈതന്യം പകർന്ന് സമൂഹത്തെ ശൂന്യത്തിൽ നിന്ന് ശ്രേണിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന കാലം. നാട്ടിൽ ചില്ലറ പ്രശ്നങ്ങൾ പരിഹരിച്ചു, സ്റ്റേഷനിൽ ചില്ലറ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത രൂക്ഷമായ വളരെ ശക്തിയുതമായ പ്രശ്നങ്ങളാണ് ആദൂരിലേക്ക് പോകുന്നത്. ആദൂർ, ആ കേസ് എന്നാണ് അതിന്റെ അർത്ഥം. കന്നഡ ഭാഷയിൽ ആ ദൂറുദാര പെട്ടിക എന്ന് പറഞ്ഞാൽ കേസ് പറയുന്നവന്റെ ബോക്സ് ആണ് കംപ്ലീറ്റഡ് ബോക്സ്. ഇംഗ്ലീഷിൽ പറയും കംപ്ലീറ്റഡ് ബോക്സ്. അപ്പൊ കേസ് പറയുന്നവന്റെ ബോക്സ് ആണ് ദൂറുദാര പെട്ടിക. ആ ദൂർ, ആ കേസ്, ആ ആവലാതി, ആ പ്രയാസം, ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു ഡജൻ അർത്ഥം വരുന്ന കംപ്ലൈന്റ്, കേസ്, പ്രയാസം, ബുദ്ധിമുട്ട് തീർക്കാൻ പറ്റാത്ത നാട്ടിന്റെ എല്ലാ പ്രയാസങ്ങളുടെ കെട്ടും ആദൂറിന്റെ മണ്ണിലേക്ക് എത്തും. ഇതാണ് ചരിത്രം, പഴയ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ പലരും ഉറുദിൽ ചോദിക്കാറുണ്ട്. ആദൂർ കഹാ ഹേ, തു യഹീ ഹേ, പൈദൽ ചൽക്കെ ജാ സക്താ ഹേ. അന്ന് വണ്ടിയില്ല, റോഡില്ല, സൗകര്യങ്ങളില്ല, കാലവണ്ടികളോ അതല്ലെങ്കിൽ വളവയിൽ കാട്ടിലൂടെ നടന്നു പോയിട്ട് എവിടെങ്കിലും ഒരു പള്ളിയിൽ താമസിച്ച് അങ്ങനെ പ്രയാസപ്പെട്ടിട്ട് കാസർഗോഡ് ജില്ലയുടെ ആദൂരിലേക്ക് ജനങ്ങൾ പോയി എത്തുകയായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്? കൈക്കൂലി, ലഞ്ചം, റിശ്വത്ത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കോടതിയല്ല. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ഹുക്കൂമ് പറയുന്ന അള്ളാഹുവിന്റെ തീർമാനങ്ങൾ മാത്രം ശറഹിന്റെ തുലാസിലിട്ട് തൂക്കി ശരിയായ നിയമങ്ങൾ വ്യക്തമായി സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിച്ച ഒരു ചരിത്രമാണ് ആദൂറിന്റെ മണ്ണിലേക്കുള്ളത്. ആ പ്രശ്നം അപ്പീൽ ചെയ്യാനോ അത് തട്ടാനോ കഴിയില്ല. ഒരു മതക്കാരുടെയല്ല, ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും പ്രശ്നക്ക് പരിഹാരം ആദൂറിന്റെ മടിത്തട്ടിലുണ്ടായിരുന്നു. അവിടെ ഒരു സൗന്ദര്യമേറിയ ഒരു ടൗണല്ല, ഒരു സൈക്കിൾ ബസ് ഷോപ്പ് പോലുമില്ല. അങ്ങനെയുള്ള കുഗ്രാമമായിരുന്നു. ആ പ്രശ്ന പരിഹരിച്ച, നൂറുകണക്കിന് പ്രശ്ന പരിഹരിച്ച പരിഹാര മാർഗത്തിലൂടെ അവർ ചൊല്ലിയ ദിക്ർ, അദ്കാറുകൾ, സ്വലാത്തുകൾ അത് ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിൽ വന്നെത്തിയ ഈ അതിമഹത്തായ നൂറുകണക്കിന് പ്രശ്നങ്ങൾ പരിഹരിച്ച സഖാഫി റാത്തീബാണ് നാം ഇപ്പോൾ ചൊല്ലാൻ വേണ്ടി പോകുന്നത്. ചില്ലറ വിഷയങ്ങളുടെ ഓരോ ദിക്റിനും അതിമഹത്തായ ഘനഗാംഭീര്യമുള്ള അർത്ഥമുള്ള ഒരു ദിക്റാണ്. അത് ചൊല്ലൽ ഇവിടെ വന്ന് മാത്രം നിങ്ങൾ ചൊല്ലണം, അല്ലെങ്കിൽ അതിന് പരിഹാരമില്ല എന്നല്ല. ഈ മണ്ണിലേക്ക് ബഹുമാനപ്പെട്ട സറഫുസ്സാദാത്ത് തങ്ങൾ ഉസ്താദ് കാലുകുത്തി ഒരു രണ്ട് റാത്തീബ് കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒരു കൈപ്പിടി കിതാബ് നിങ്ങളിലേക്ക് തന്നു. എന്നെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ജനതകളെ, സ്ത്രീകളെ, പുരുഷന്മാരെ, ഇത് വളരെ ബറക്കത്തുള്ള, ഹറക്കത്തുള്ള, അർത്ഥപൂർണമായ പ്രശ്നക്ക് പരിഹാരമുള്ള ഏടാണ്, കിതാബാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ നിങ്ങൾ പരിധി വരേണ്ടതില്ല. ഒരു ഇശാ നിസ്കാരം കഴിഞ്ഞ് സ്ത്രീ പുരുഷന്മാർ കിബിലയിലേക്ക് മുന്നിട്ട്, പുരുഷൻ മുന്നിലും സ്ത്രീ പിന്നിലും ഇരുന്ന് ഈ ദിക്റുകൾ ചൊല്ലി ഹൃദയം പൊട്ടി നിങ്ങൾ ദുആ ചെയ്താൽ എന്റെ മശായിഖന്മാർ, എന്റെ കുടുംബക്കാർ, എന്റെ പാരമ്പര്യമായി വന്ന ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ദിക്ർ കറോ ഫിക്ർ നാ കറോ. ദിക്ർ ചൊല്ലിയാൽ എല്ലാ പ്രശ്നങ്ങളും, ടെൻഷനുകളും, ബുദ്ധിമുട്ടുകളും, ബേജാറുകളും നീങ്ങിക്കിട്ടും. അങ്ങനെയുള്ള ക്രോഡീകരിക്കപ്പെട്ട ഒരു ദിക്റാണ് സഖാഫിയ റാത്തീബ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇജാസത്തോടുകൂടെ, പൊരുത്തത്തോടുകൂടെ നമുക്ക് കൈമാറി. പക്ഷെ നമ്മൾ ആരും അതെടുത്ത് നോക്കിയോ ഇല്ലേ അറിയില്ല.
കൊണ്ടുപോയി വീട്ടിൽ വെച്ച് എന്നല്ലാതെ അത് പിന്നീട് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല. അപ്പൊ നമുക്കിവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും വീട്ടിലെങ്കിലും ഇരുന്ന് ആ ദിക്റ് ചൊല്ലി അതിന്റെ മഹത്വം കരഗതമാക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ ഉസ്താദ് നമ്മളിലേക്ക് കേൾപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നൂറുകണക്കിന് പ്രശ്നങ്ങൾ കൂടി വരുന്ന കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ മൗലീദ്, മാല, ബദ്രിയത്ത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടന്നിരുന്നു, പള്ളിയിൽ നടന്നിരുന്നു, അതിന്റെ മജ്‌ലിസിൽ നടന്നിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമാണ്. നാമൊക്കെ പേരിന് വന്നിരിക്കലല്ല, വലിയ അർത്ഥപൂർണമായ ഇങ്ങനെയുള്ള മജ്‌ലിസുകളിലേക്ക് വരികയും അത്തരത്തിലുള്ള മജ്‌ലിസുകൾ നമ്മുടെ വീട്ടിൽ സംഘടിപ്പിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാര മാർഗമായി കാണുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള പഴയ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് റബ്ബിലേക്ക് റബ്ബിനോട് ഭയഭക്തിയോട് അടുത്ത മഹാത്മാക്കളായ മഹാരാജന്മാരായ സയ്യിദന്മാർ ക്രോഡീകരിച്ചു തന്ന അതിന്റെ ഇജാസത്ത് പ്രകാരം, അതിന്റെ സനദ് പ്രകാരം ബഹുമാനപ്പെട്ട സയ്യിദ് സറഫുസാദാത്ത് തങ്ങൾ നമുക്ക് ചൊല്ലി തരുന്ന ദിക്റാണ്. ഒരുപാട് അർത്ഥപൂർണമുള്ള ഓരോ ദിക്റിന്റെ മഹത്വവും ചൊല്ലുകയാണെങ്കിൽ ദീർഘമായി നമുക്ക് മാസക്കണക്കിന് സംസാരിക്കാനുണ്ട്. അങ്ങനെയുള്ള ആ ദിക്റുകൾ നമ്മളിലേക്ക് ഏൽപ്പിച്ചു. നാം അത് ചൊല്ലണം, അതിന്റെ ബറക്കത്തെടുക്കണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ തന്നെ പല ആൾക്കാരുമുണ്ട്. മാസക്കണക്കിന് ഡോക്ടർമാരെ സന്ദർശിച്ചു. കൗത്തിൽ വലിയൊരു ബോളാണ്, ചെണ്ട് ബോൾ. അത് താഴോട്ട് ഇറങ്ങുമ്പോൾ താഴോട്ട് പോകുന്നുണ്ട്, മുകളിലോട്ട് പോകുമ്പോൾ മുകളിലോട്ട്, ശ്വാസം വരുമ്പോൾ മുകളിലോട്ട് വരുന്നുണ്ട്, താഴോട്ടും മേൽപോട്ടും ഇങ്ങനെ പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ വ്യക്തിയുടെ പ്രയാസം, ബുദ്ധിമുട്ട്, ബേജാറ്, ദുഃഖങ്ങൾ പറഞ്ഞ് കാര്യമില്ല. പല ഡോക്ടർമാരെയും സന്ദർശിച്ചു. ഡോക്ടർമാർ അവസാനം പറഞ്ഞത് ഒരു തീരുമാനമാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന്. തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഓപ്പറേഷന്റെ ആവശ്യമില്ല. എന്റെ മജ്‌ലിസിൽ വന്ന് ഞാൻ തരുന്ന മന്ത്രിച്ച വെള്ളം ഊതി ഊതി ആ എണ്ണ ഉണ്ടല്ലേ, അതും കൂടി തടയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഞാൻ പറയുന്നു, എന്റെ കണ്ണിന്റെ മുമ്പിൽ കൊടുത്തതും ഏറ്റുവാങ്ങിയ വ്യക്തി ഇന്ന് നമ്മുടെ ഈ മജ്‌ലിസിലുണ്ട്. ആ വെള്ളത്തിന് ഒത്തീനി സൂറത്ത് 7 പ്രാവശ്യം ഓതി ഊതണം, രാവിലെയും രാത്രിയും. ഇങ്ങനെ നിരന്തരം 1 മാസം കുടിച്ചാൽ നിങ്ങളുടെ കൗത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് വളരെ ധൈര്യത്തോടുകൂടെ, വളരെ ത്രാണിത്വത്തോടുകൂടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറയുകയും അത് രോഗി ഏറ്റുവാങ്ങി 1 മാസം രാവിലെ 7 പ്രാവശ്യം, മഗ്‌രിബിന്റെ ശേഷം 7 പ്രാവശ്യം വത്തീനി സൂറത്ത് ഊതി മന്ത്രിച്ച് വെള്ളം കുടിച്ച് ബഹുമാനപ്പെട്ടവർ മന്ത്രിച്ചു കൊടുത്ത എണ്ണ തടയിട്ട് ഡോക്ടർമാർ പോലും ഓപ്പറേഷൻ ചെയ്യണമെന്ന കേസ് വളരെ ലളിതമായി നീങ്ങെങ്കിൽ എത്ര ചരിത്രങ്ങളാണ് നമ്മുടെ ഈ മജ്‌ലിസിൽ ഉണ്ടായത്. അതൊന്നും പറയാൻ സമയമില്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീക്കി തരുമാറാവട്ടെ. നമുക്കിപ്പോൾ ആദ്യത്തെ ഒരു കൈപ്പിടി ബറക്കത്തിൻ്റെത്, റാത്തീബിൻ്റെത് കിട്ടി. ഇപ്രാവശ്യം ഹജ്ജ് കമ്മിറ്റിന്റെ മെമ്പറായി നിലവിൽ വരലോടുകൂടെ നമ്മുടെ നാട്ടിന് വലിയ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു വെളിച്ചം ബഹുമാനപ്പെട്ട സറഫുസാദാത്ത് തങ്ങൾ ഉസ്താദ് പകർന്നു തന്നു. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് ഇന്ത്യന ഹാളിൽ വെച്ച് നടന്നു മംഗലാപുരം. ഇനി അടുത്തൊരു ക്ലാസ്, അതിൻ്റെ അവസാനം 2ാം തവണ ഒരു ക്ലാസ് പോകുമ്പോൾ ഒരുക്കത്തിന് വേണ്ടുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ് ഈ അടുത്ത് ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നടക്കും. അന്ന് നിങ്ങളിലേക്ക് 2ാമത്തൊരു കൈപ്പിടി തരും. അത് ഹജ്ജ് സംബന്ധമായ വിഷയമാണ്. 2 കൈപ്പിടിയും വളരെ ഫലപ്രധാനമായതാണ്. ഒന്ന് ദിക്ർ ചൊല്ലാനുള്ളത്, പിന്നെ ഒന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ളത്. 2ഉം ബഹുമാനപ്പെട്ടവർ നമ്മുടെ ഇടവും ബലവും കയ്യിലേക്ക് തരുന്നത്. 2 കാര്യങ്ങളും നമുക്ക് ആഖിറം നേടാനുള്ളതാണ്. അതുകൊണ്ട് 2 കാര്യങ്ങളെയും ഏറ്റുവാങ്ങി അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും പകർത്തിപ്പിക്കാനും അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പല പദ്ധതികളും നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിലവിൽ വരും. അതിനൊക്കെ നിങ്ങളുടെ പിന്തുണയും പ്രഖ്യാപനവും സഹായവും സഹകരണവും ദുആവും വേണമെന്ന്
ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ നീക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, മനസ്സുകൾ കോർത്തിണക്കുന്ന നല്ല നല്ല പരിപാടികൾ ഇവിടെ ആരും നടത്താത്തത് നാം നടത്തി വന്നു. ഇനിയും നമുക്ക് നടത്താനുണ്ട്. അതിന് വലിയ ചെലവും കാര്യങ്ങളും പ്രചരണവും ആവശ്യമുണ്ട്. അതിലൊക്കെ നിങ്ങൾ കച്ചക്കെട്ടി ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങി നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു മരം തന്നതായിട്ടാണ് ബഹുമാനപ്പെട്ട സറഫു സാദാത്ത് തങ്ങൾ ഈ മുടിപ്പിലേക്ക് വന്നത്. ധാരാളം ആലിമീങ്ങളുടെ പ്രവർത്തനവും സംഘടനയും സ്ഥാപനമുണ്ടെങ്കിൽ സയ്യദിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ടവർ നികത്തി. അല്ലാഹു ജല്ല ജലാലുഹു അവരുടെ കീഴിലായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ ബഹുമാനപ്പെട്ടവരിലേക്ക് ഞാൻ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് ആദ്യം ദുആ ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ ജമലുൽ തങ്ങൾ പാത്തൂറു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ പ്രഭാഷണം നടത്തിപ്പോയ ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി ഉസ്താദ് തെന്നല ഇനിയും ഒരുപാട് കാലം നാമുമായി ബന്ധപ്പെട്ട് നമ്മോട് സഹകരിക്കാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു ജല്ല ജലാലുഹു നൽകുമാറാവട്ടെ. അവരുടെ മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ ഉള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഹത്തായ പള്ളിയുടെ ഇമാമും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ മുഅദ്ദിൻ ഉസ്താദ്, പിന്നെ നമ്മുടെ ജമാലുദ്ദീൻ സഖാഫി അടക്കമുള്ള നമ്മുടെ ഫസൽ മീഡിയ, അതുപോലെ തന്നെ മജ്ലിസിൻ്റെ മീഡിയ അടക്കമുള്ള നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഹമ്മദ് ഹാജി പുർശംകൂടി അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നിലനിർത്തി തരുമാറാവട്ടെ എന്ന ദുആയോടുകൂടെ എൻ്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.